ഹലോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല, എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് വറവിന്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് സവാളയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കാര്യങ്ങളൊക്കെയുള്ള ഗരം മസാലയാണ് കേട്ടോ ചേർത്തത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ചേർത്തത്. നല്ല ഫ്ലേവറുള്ള ഒരു ടൈപ്പ് ഗരം മസാലയാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി വഴന്ന് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് മാത്രമല്ല, ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള റെസിപ്പീസും അതുപോലെ തന്നെ സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസും അങ്ങനെ ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാര്യം നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കാണുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇവിടത്തേക്ക് 4 മുട്ടയാണ് കേട്ടോ ഇതിലോട്ടേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. 4 മുട്ട ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, എങ്കിലും ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിഷ് തന്നെയാണ്. കാരണം എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എന്താണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കിതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഈ ഒരു സെയിം റെസിപ്പി തന്നെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പിൽ എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നെയാണ് അപ്ലോഡ് ചെയ്തത്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് കയറി നോക്കിയിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ചേർക്കണം കേട്ടോ. ഇതും ഒരു മുന്നിട്ട് നിൽക്കുന്നൊരു രീതിക്കായിരിക്കണം പെപ്പർ പൗഡർ. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്